ഒരിക്കൽ ഒരു രക്തസ്രാവക്കാരി യേശുവിന്റെ അടുക്കൽ വന്നു. വേദവചനം പറയുന്നത് 12 കൊല്ലം അവൾ രക്തസ്രാവമുള്ള ആളായിരുന്നു. 12 കൊല്ലം രക്തസ്രാവം ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമുക്കത് മനസ്സിലാക്കാം. അവൾക്ക് കണ്ടിന്യൂസ് രക്തസ്രാവം ഇല്ല, ഇടയ്ക്ക് നിൽക്കുന്നുണ്ട്, വീണ്ടും തുടരുന്നുണ്ട്. അത് ഒരു അസുഖമായി. ഒരു വൈദ്യന്മാര് ചികിത്സിച്ചിട്ട് മാറിയില്ല. അവളുടെ വസ്തുവകകളും നന്മയും എല്ലാം ചികിത്സിച്ചിട്ടും ഭേദമാകാഞ്ഞൊരു സ്ത്രീ യേശുവിന്റെ അടുക്കൽ വന്നു. വേദവചനം പറയുന്നത് യേശുവിനെ അവൾ തൊട്ടു. ആ നിമിഷം അവളെ ഭരിച്ചിരുന്ന മരണം അവളെ വിട്ടിട്ട് അവൾക്ക് സൗഖ്യമുണ്ടായി. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, കണ്ടിന്യൂസ് രക്തസ്രാവമുള്ള ആളുടെ സ്ഥിതി എന്തായിരിക്കും? അയാൾ എപ്പോഴാണോ മരിക്കുക എന്നിട്ട് അയാൾ ജീവിക്കുന്നുണ്ടാവുക. ഇന്നത്തെ ചികിത്സാ രീതികൾ അന്നില്ല. ഇന്ന് ഓപ്പറേഷനുകളുണ്ട്, അന്നൊന്നും ഓപ്പറേഷനുകളൊന്നുമില്ല. അന്നത്തെ ചികിത്സാ രീതികൾ അങ്ങനെയുള്ളൊന്നുമില്ല. ആ ചികിത്സാ രീതികൾ ഇല്ലാത്ത സമയത്ത് യേശുവിന്റെ അടുക്കൽ ആ സ്ത്രീ വന്നത്, അവൾ മരിച്ചു പോകും, വേറെ പ്രതീക്ഷയൊന്നുമില്ല. യേശുവിന്റെ അടുക്കൽ വന്ന് പ്രതീക്ഷ നഷ്ടപ്പെട്ട എല്ലാ ആളുകളെയും യേശു സൗഖ്യമാക്കി. ആമേൻ. എനിക്ക് നിങ്ങളോട് പറയാൻ ഒരു ദൂതുള്ള എന്നാണെന്നറിയോ? നിങ്ങളുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും, പ്രതീക്ഷകൾ മുഴുവൻ അസ്ഥാനത്താണെങ്കിലും, യേശുവിനെ നിങ്ങളെ സൗഖ്യമാക്കാനായി കഴിയും. നിങ്ങൾക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കത്തില്ല. ചികിത്സിച്ചു, സാഹചര്യങ്ങളെല്ലാം മോശമാണ്, ഇനി ചികിത്സിക്കാൻ പണമില്ല. നിങ്ങളുടെ സാഹചര്യം എത്ര വേസ്റ്റ് ആകട്ടെ, യേശുവിനെ നിങ്ങളെ സഹായിക്കാനായി കഴിയും.